നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, വളരെ വ്യത്യസ്തമായ ഒരു വിഷയം ചർച്ച ചെയ്യുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ അദൃശ്യനായി ഉദയാസ്തമയങ്ങളിൽ രാവും പകലും ഗുളികോദയമെന്ന ധർമ്മം നിർവഹിക്കുന്ന മാന്തി എന്ന് വിളിക്കുന്ന മന്ദസ്യ പുത്ര മാന്തി, മന്ദന്റെ പുത്രനായ ശനിപുത്രനായ ഗുളികൻ ക്രൂരതയുടെയും പാപങ്ങളുടെയും മൂർത്തിമത് ഭാവമാകുന്നു. രോഗത്തിൻ്റെയും ക്ലേശങ്ങളുടെയും മരണത്തിൻ്റെയും പ്രധാന ദേവതയായ ഗുളികൻ വടക്കൻ മലബാറിൽ തിറമഹോത്സവങ്ങളിൽ തെയ്യക്കോലങ്ങളിൽ പ്രധാന ദേവതയായി വിരാജിക്കുന്നു. ദേവസ്ഥാന വാസ്തുവിൻ്റെ സംരക്ഷകനായി നൂറ്റാണ്ടുകളായി ഗുളികനെ തറവാടുകളിലും ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചു വരുന്നു. ഇനി എന്താണ് ഗുളികൻ്റെ ഐതിഹ്യമെന്ന് നമുക്ക് പരിശോധിക്കാം. പരമശിവന്റെ ഏറ്റവും വലിയ ഭക്തനായ മാർക്കണ്ഡേയനെ മൃത്യുവിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ശിവൻ യമരാജനെ തൻ്റെ മൂന്നാം കണ്ണ് തുറന്ന് ഭസ്മമാക്കുന്നു. മരണമെന്ന പ്രക്രിയ ഭൂമിയിൽ നടക്കാതെ വന്നപ്പോൾ, അത്യന്തം ഭാരത്താൽ ഭൂമി നിശ്ചലമായപ്പോൾ ഭൂമിദേവി പരിഭവമായി ത്രിമൂർത്തികളെ സമീപിക്കുന്നു. തത്സമയം ശിവൻ തൻ്റെ ഇടത് തൃക്കാൽ ഭൂമിയിൽ അമർത്തി ചവിട്ടിയപ്പോൾ പെരുവിരൽ പൊട്ടി പിളർന്നുണ്ടായ ഭൂതഗണമാകുന്നു ഗുളികൻ. കാലന്റെ പാശവും ത്രിശൂലവും നൽകി ശിവൻ ഗുളികനെ ഭൂമിയിലേക്ക് അയക്കുന്നു. മരണമെന്ന തൻ്റെ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കുവാൻ വേണ്ടി. പുറംകാലൻ, കാലൻ, അന്തകൻ, യമൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഗുളികൻ ജ്യോതിശാസ്ത്രത്തിൽ മാന്തി എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അവിടെ മാ എന്ന് കാണുന്നത് മാന്തിയാകുന്നു, ഗുളികനാകുന്നു. എന്താണ് ഗുളികന്റെ കാരക ധർമ്മങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. ശ്മശാനം, നീചപ്രേതങ്ങൾ, നീചഭൂതങ്ങൾ, തലയോട്ടികൾ, അസ്ഥികൾ, ദുർമന്ത്രവാദങ്ങൾ, ഭൂതപിശാചുക്കൾ, ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടങ്ങൾ, മദ്യം, മാംസം, മത്സ്യം, എള്ള്, കറുക, പുല്ല്, കോടിവസ്ത്രം, ഇതൊക്കെ തന്നെ ഗുളികന്റെ കാരക വസ്തുക്കളാകുന്നു. നാം എവിടെയാണ് ഗുളികനെ പ്രതിഷ്ഠിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. പഴയ കാലത്ത് തറവാട്ടിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ തെക്ക് കിഴക്ക് ഭാഗം, സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഗുളികനെ വടക്ക് ദർശനമായി മുഖമായി പ്രതിഷ്ഠിച്ചു വരുന്നത്. അതേ രീതിയിൽ തന്നെ നിർദികോണിലും സൗത്ത് വെസ്റ്റ് ഭാഗത്തും കിഴക്ക് അഭിമുഖമായി ദർശനമായി ഗുളികനെ പ്രതിഷ്ഠിച്ചു വരുന്നു. തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്ന ഗുളികന് പ്രായേണ ശക്തി വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഗുളികന്റെ പ്രധാന നേദ്യങ്ങൾ അവൽ, മലർ, ചെറുപയർ, വൻപയർ, തേങ്ങ, ഇളനീർ, പഴം, വെല്ലം മുതലായവയാകുന്നു. മദ്യവും മാംസവും ഗുളികന് പ്രധാന നേദ്യമായി വടക്കൻ മലബാറിൽ കണ്ടുവരുന്നു. ഗുളികന് പ്രധാനമായി കലശം വെക്കുക എന്ന കർമ്മമാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. പല സ്ഥലങ്ങളിലും ഗുളികന് പൂയം വെക്കുക, അതേ രീതിയിൽ പന്തം കൊളുത്തി വെക്കുക തുടങ്ങിയ വഴിപാടുകളും കണ്ടുവരാറുണ്ട്. ഇന്ന് പല തറവാടുകളിലും ഈ മധ്യമകർമ്മത്തിൽ ഗുളികനെ പരിപാലിക്കുന്നതിന് പകരമായി ഇളനീർ വെട്ടിവെച്ച് അതിൽ മധു, തേനുറ്റിച്ച് ഗുളികന് നേദ്യമായി നൽകി വരുന്ന സമ്പ്രദായവും കണ്ടുവരുന്നു. ഏതായാലും ഉത്തമത്തിലായാലും മധ്യമത്തിലായാലും ഗുളികൻ വളരെയധികം പ്രസാദിക്കുന്നു, ഭക്തർക്ക് അനുഗ്രഹാശിസ്സുകൾ നൽകുകയും ചെയ്യുന്നു. ക്ഷിപ്രപ്രസാദിയാണ് ഗുളികൻ, പെട്ടെന്ന് ഫലം ലഭിക്കുന്നു. പലപ്പോഴും സാത്വികമായ നമ്മുടെ ദേവതകൾക്ക് വഴിപാടുകൾ ചെയ്യുമ്പോൾ കാലതാമസം വരുന്നു എന്ന പരിഭവങ്ങൾക്ക് പരിഹാരമായി
ഗുളികനും കുട്ടിച്ചാത്തനും പെട്ടെന്ന് വഴിപാടുകൾ ചെയ്യുമ്പോൾ ക്ഷിപ്രസാധ്യമായി കാര്യം നടന്നു വരുന്നതായി കാണപ്പെടുന്നു. അതാണ് കാലികമായി ഈ കലിയുഗത്തിൽ ഗുളികന്റെയും കുട്ടിച്ചാത്തന്റെയും ഘണ്ടാകർണന്റെയും ഒക്കെ പ്രസക്തി. ഒരു ജാതകത്തിൽ ഗുളികൻ ലഗ്നത്തിൽ നിൽക്കുന്നത് പലപ്പോഴും രാജയോഗമായി കണക്കാക്കപ്പെടുന്നു. അതേ രീതിയിൽ ഗുളികന് ശക്തമായ സാന്നിധ്യമുള്ള ഭാവങ്ങളാകുന്നു 6-ാം ഭാവവും 11-ാം ഭാവവും. ഇതിൽ 11-ാം ഭാവം ഗുളികന് യോഗപ്രദമായ ഭാവമാകുന്നു. ഗുളികന്റെ അനിഷ്ടങ്ങളായ ഭാവങ്ങളാകുന്നു ജ്യോതിഷത്തിലും ജാതകത്തിലും പ്രശ്നത്തിലും 5, 7, 8 എന്നീ ഭാവങ്ങൾ. ഈ ഭാവങ്ങളിൽ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള ഗുളിക സങ്കേതങ്ങളിൽ എല്ലാ മാസവും നക്ഷത്ര ദിനത്തിൽ ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമവും, ഗുളികന് മേൽ സൂചിപ്പിച്ച കലശം അല്ലെങ്കിൽ പന്തം കൊളുത്തുക തുടങ്ങിയ കർമ്മങ്ങളും 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ജാതകത്തിലുണ്ടെങ്കിൽ കറുക ഹോമവും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എന്താണ് ഗുളികന്റെ പ്രാർത്ഥന? വളരെ ലളിതമായി ഓം ഗുളികായ നമഃ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായി ഗുളികനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ചൊല്ലാവുന്ന പ്രാർത്ഥന. 108 തവണ ചൊല്ലുക, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിളായ 18, 27, 36 ഈ രീതിയിലും നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ഓം ഗുളികായ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലി ഗുളികനെ സന്തോഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ജ്യോതിഷത്തിൽ 12 ഭാവങ്ങളിൽ ഗുളികന്റെ സാന്നിധ്യം എപ്രകാരമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രോഗി ക്ഷതാങ്കോ ഗുളികെ തനുസ്ഥേ. ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ അയാൾ രോഗിയാകുന്നു. രോഗഃ അസ്യ അസ്തി ഇതി രോഗി, രോഗമുള്ളവനാകുന്നു. ക്ഷതാംഗഃ ക്ഷതം അംഗം യസ്യ സഹ, ശരീരത്തിന് മുറിവേൽക്കുന്നു എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. ഇത് ജാതകത്തിനേക്കാളും കവടിക്രിയയിൽ രാശിയിലാണ് പ്രധാനമായും നാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിന്ദ്യാഭിഭാഷി ധനകേ വിവേഷഃ. 2-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ നിന്ദ്യം അഭിഭാഷയിതും ശീലം അസ്യ ഇതി നിന്ദ്യാഭിഭാഷി, അയാൾ വളരെ നിന്ദ്യമായി സംസാരിക്കുന്നു. സംസാരത്തിലൂടെ അയാൾക്ക് ശത്രുക്കളെയും തന്റെ ലക്ഷ്മിയും നശിപ്പിക്കുവാനുള്ള അവസരവും ഗുളികൻ സൃഷ്ടിക്കുന്നു. വിവേഷഃ വിഗതം അഥവാ വികൃതം വേഷം യസ്യ സഹ, വികൃതമായ വേഷത്തോടുകൂടി അയാൾ നടക്കുന്നു. 3-ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ സശൗര്യഃ ശൗര്യേന സഹ വർത്തതേ ഇതി സശൗര്യഃ, അയാൾ വളരെ ശൂരനായി ഭവിക്കുന്നു. ഭ്രാത്രാ സഹ ഉത്ഥദ്യുഷൻ, തന്റെ ഭ്രാതാവിനോട് സഹോദരങ്ങളോട് ദ്വേഷിക്കുന്നു, വിരോധമുണ്ടാക്കുന്നു. 4-ാം ഭാവത്തിൽ വരുമ്പോൾ സുഖാദിന ഹീനഃ സുഖാദിഹീനഃ, സുഖം മുതലായവ നശിച്ചു പോകുന്നു. അരിഭീതഃ അരിണ ഭീതഃ, അവിടെ ഗുളികൻ വരുമ്പോൾ അരിണാഭീതഃ ശത്രുവിനാൽ ഭയപ്പെടുന്നു എന്ന ഒരവസ്ഥയും സംജാതമാകുന്നു. ഇനി 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗുരുവാദി നിന്ദാകൃത് അനാത്മജസ്യാത്, തനിക്ക് അനാത്മജഃ ന അസ്തി ആത്മജഃ യസ്യ സഹ, ഇദ്ദേഹത്തിന് സന്താനം ഉണ്ടാകുന്നില്ല 5-ൽ ഗുളികൻ വരുമ്പോൾ. അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? ഗുരുവാദി നിന്ദാകൃത്, ഗുരുവാദി നിന്ദാം കരോതി ഇതി, ഗുരു പിതാവ് മുതലായവരെ നിന്ദിച്ചത് കൊണ്ട് സന്താനം ഉണ്ടാകുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ പ്രശ്നവശാൽ നാം ചിന്തിക്കുമ്പോൾ 5-ാം ഭാവം പുരാതനം പുണ്യമാകുന്നു, പൂർവികമായിട്ടുണ്ടാക്കിയ പുണ്യവും പാപവുമാകുന്നു. പൂർവിക കാലത്ത് ഇദ്ദേഹം തന്റെ ഗുരുവിനെ പിതാവിനെ നിന്ദിച്ചു, ഇതുകൊണ്ട് ഈ ജന്മത്തിൽ സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് തരുന്ന സന്ദേശം. അതുകൊണ്ടാണ് പൂർവികമായ പുണ്യം സ്വായത്തമാക്കാൻ വേണ്ടിയാണ് ഗുരുപ്രീതി ചെയ്യുവാനും ശങ്കരാചാര്യരുടെ മഠങ്ങൾ സന്ദർശിച്ചിട്ട് ഗുരുദോഷത്തിന് പരിഹാരം ചെയ്യുവാനും ജ്യോത്സ്യന്മാർ നിർദ്ദേശിക്കുന്നത്. അതിനു പുറമെ പിതൃക്കളുടെ പ്രേതകർമ്മങ്ങൾ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചാലും സന്താനങ്ങളെ ലഭിക്കുവാനുള്ള അനുഗ്രഹം നൽകുമെന്നും
പറയുന്നു. 5 ഗുളികൻ നിൽക്കുമ്പോൾ ശൂലരോഗം, ഉദരരോഗം പറയപ്പെടുന്നു. കാരണം 5ാം ഭാവം ജ്യോതിഷത്തിൽ വയറാണ്. കാലാങ്കാനി, വരാംഗം, ആനനം, ഉരഹ, ഹൃത്ത്, ക്രോഡം. അതാണ് ക്രോഡരോഗം, വയറ് രോഗം എന്ന് പറയുന്നു. ശൂലം എന്നാൽ പല വിധത്തിലുള്ള രോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 5 ഗുളികൻ നിൽക്കുമ്പോൾ ശൂലി, ഉദരരോഗത്താൽ അയാൾ ബുദ്ധിമുട്ടുന്നു. പഴയകാലത്ത് ഏറ്റവും വലിയ രോഗമാകുന്നു ഉദര രോഗം. ഇനി 6ാം ഭാവത്തിൽ ഗുളികൻ വന്നാൽ രിപുകെ നിജദ്വിട്ട് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. താൻ തന്നെ തനിക്ക് ശത്രുവാകുന്നു. നിജം ദ്വേഷ്ടി ഇതി നിജദ്വിട്ട്, താൻ തന്നെ തന്റെ ശത്രുവാകുന്നു എന്ന് സാരം. ഇനി വളരെ മോശമായ ഭാവമാകുന്നു 7ാം ഭാവത്തിൽ ഗുളികൻ വന്നാൽ. വിശേക്ഷണോ വംശവിദൂഷണശ്ച കളത്രഹന്ത മദഗേതികാമഹ. മദഗേ അധികാമഹ 7ാം ഭാവത്തിൽ ഗുളികൻ വന്നാൽ അധികാമഹ, താൻ കാമം മൂത്ത വ്യക്തിയാകുന്നു. കളത്രഹന്ത, ഭാര്യയെ പോലും നശിപ്പിക്കുന്നു തന്റെ കാമം കാരണം. അല്ലെങ്കിൽ അതികാമാത് ദശഗ്രീവഹ, 10 തലയുള്ള രാവണൻ കാമം കൂടിയതുകൊണ്ട് നശിച്ചതുപോലെ തൻ്റെ എല്ലാം നഷ്ടപ്പെടുന്നു അതികാമത്താൽ എന്ന അർത്ഥം നാം വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. വിശേക്ഷണ വിഷസഹിത ഈക്ഷണ, വിഷത്തിന് സമാനമായ നോട്ടത്തോടു കൂടിയവനായിരിക്കും 7ലെ ഗുളികൻ. പലപ്പോഴും ജാതകത്തിൽ 7ാം ഭാവത്തിൽ രാശിയിൽ ഗുളികൻ വരുമ്പോൾ ഞങ്ങൾ സൂചിപ്പിക്കും, ജ്യോതിഷികൾ യാത്ര കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ പോയി കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പ്രായമായ ആളുകൾ 21 തവണ ഉഴിഞ്ഞിടണമെന്ന് പറയാറുണ്ട്. ഇന്ന് അതൊക്കെ ജനങ്ങൾ ഒരു തമാശയായി ഹാസ്യരൂപത്തിലെടുക്കുന്നു. പക്ഷെ പലപ്പോഴും സകുടുംബം മറ്റ് വീടുകളിൽ പോയി അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ പോയി വരുമ്പോൾ അവിടെ 7ൽ ഗുളികനുള്ള വ്യക്തിയുടെ ദൃഷ്ടി, ആ വിഷദൃഷ്ടി പതിക്കുമ്പോൾ അത് വളരെ മോശമായി അനുഭവത്തിൽ വരുന്നു. അതിന് പരിഹാരമാണ് പഴയ കാലത്ത് മുത്തശ്ശിമാർ വീടുകളിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി വന്നാൽ ഉടൻ തന്നെ ഉഴിഞ്ഞിടുന്നത്. എങ്ങനെയാണ് ഉഴിയുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പഴയ കാലത്ത് പ്ലാവില ഈർക്കിൽ കൊണ്ട് പോട്ടിയിട്ട് അതിൽ കല്ലുപ്പ്, വറ്റൽമുളക്, കടുക് ഇത് 3ഉം ചേർത്ത് ഉഴിയുകയാണ് സാധാരണ ചെയ്യുക. 21 തവണ അങ്ങനെ ഒഴിഞ്ഞിട്ട് വീട്ടിന്റെ പുറത്ത് അഗ്നികോണിൽ തീ കത്തിച്ച് അതിലേക്ക് ഇത് സമർപ്പിച്ച് കൈയും കാലും മുഖവും കഴുകി വീട്ടിനുള്ളിൽ പ്രവേശിക്കണം. പഴയ കാലത്ത് വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് അടുപ്പിലിട്ട് ഇത് കത്തിക്കാറ്. പക്ഷെ അത് അഭിലഷണീയമല്ല. ആ നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു. പ്ലാവിലക്ക് പകരം ഇലഞ്ഞി ഇല കോട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും. കാരണം നല്ല ഒരു നെഗറ്റീവ് എൻഹാൻസർ ആണ് ഇലഞ്ഞി ഇല എന്നത് തന്നെ കാരണം. മറ്റൊരു ഫലം പറഞ്ഞിട്ടുള്ളത് വംശവിദൂഷണ, വംശം വിശേഷേണ ദൂഷയതി ഇതി വംശവിദൂഷണ, തന്റെ കുലത്തിനെ ദുഷിപ്പിക്കുമെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് 7ലെ ഗുളികൻ. അടുത്തതായി ഏറ്റവും മോശമായ അഷ്ടമഭാവത്തിൽ ഗുളികൻ നിന്നാലും ഇതേ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ധീമാൻ ബഹുവ്യാധിരനായതായുഹു വിഷാഗ്നിശസ്തൈഹി മൃതിരഷ്ടമസ്തേ അഷ്ടമസ്തേ അഷ്ടമേ തിഷ്ഠതീതി അഷ്ടമസ്തഃ. 8ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുളികന്റെ സമയത്ത് കവിരിക്രിയയിൽ രാശിയിൽ ധീമാൻ, അയാൾ വളരെ ബുദ്ധിമാനാകുന്നു. ബഹുവ്യാധിഹി അനായതായുഹു, ബഹുവ്യാധിഭ്യഃ പല രീതിയിലുള്ള രോഗങ്ങളാൽ, അനായതം ആയുഹു യസ്യ സഹ ചുരുങ്ങിയ ആയുസ് മാത്രമായി ഭവിക്കുന്നു. പലതരം രോഗങ്ങളെ കൊണ്ട് അയാളുടെ ആയുസ് നശിച്ചു പോകുന്നു എന്നർത്ഥം. വിഷാഗ്നിശസ്ത്രേഹി മൃതിഹി, അദ്ദേഹത്തിന് വിഷം കൊണ്ടോ അഗ്നി കൊണ്ടോ ആയുധം കൊണ്ടോ മരണം സംഭവിക്കുന്നു എന്ന് ചുരുക്കം. അവിടെയും നിങ്ങൾ ചിന്തിക്കണം, ചൊവ്വയോടുകൂടി അഷ്ടമഭാവത്തിൽ ഗുളികൻ വന്നാൽ ജ്യോതിഷികൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ശരീരം കൊണ്ടുവരുമെന്ന് പറയാറുണ്ട്. അത്ര ഗൗരവമാകുന്നു ചൊവ്വയും ഗുളികനും തമ്മിലുള്ള 8ാം ഭാവത്തിലുള്ള യോഗം. ഇനി 9ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുമ്പോൾ ധർമ്മസ്ഥിതേ
ധർമ്മതപ മനു ഊനഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ധാർമ്മികത, മന്ത്രം, തപസ്, ഇതിൽ നിന്നൊക്കെ അദ്ദേഹം മാറി സഞ്ചരിക്കുന്നു. ഭക്തി എന്നൊരു വികാരം ഉണ്ടാവില്ല, നാസ്തികനായി സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. ഇനി 10ാം ഭാവത്തിൽ ഖസ്തേ സുകീർത്തിഹി പരകാര്യസക്ത. ഇദ്ദേഹം എപ്പോഴും അന്യരുടെ കാര്യത്തിൽ വളരെ താല്പര്യപ്പെടുന്നു, അവർക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുക്കുന്നു. സുകീർത്തിഹി ശോഭനാ കീർത്തിഹി യസ്യ സഹ. ശോഭനമായ കീർത്തിയോടുകൂടി അദ്ദേഹം ഇരിക്കുന്നു 10ൽ ഗുളികൻ വരുമ്പോൾ. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട അനുകൂലമായ ഭാവമാകുന്നു കവിടിക്രിയയിൽ, രാശിക്രിയയിൽ 11ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നത്. കുര്യാച്ച പൗരുഷയുധോ ധനവാഹനാർത്ഥാൻ ഐശ്വര്യവാൻ ഭവഗതേ ബഹുഭൃത്യയുക്ത. ഭവഗതേ 11ാം ഭാവത്തിൽ ഗുളികൻ സഞ്ചരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ബഹുഭൃത്യയുക്ത, അദ്ദേഹത്തിന് ധാരാളം ഭൃത്യന്മാരുണ്ടാകുന്നു. പൗരുഷയുധ, പൗരുഷത്തോടുകൂടി അദ്ദേഹം നിൽക്കുന്നു എന്നാണ് അർത്ഥം പറഞ്ഞത്. ഐശ്വര്യവാൻ, ഐശ്വര്യമസ്യ അസ്തി ഇതി ഐശ്വര്യവാൻ, അയാൾ ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്നു. ധനവാഹനാർത്ഥാൻ, അദ്ദേഹത്തിന് ധനവും വാഹനങ്ങളും എല്ലാതരം സമ്പത്തുകളും അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുന്നു. നാം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമാകുന്നു ഗുളികന് 11ാം ഭാവം. 11ാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും സർവാഭീഷ്ട ഭാവമാകുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമാകുന്നു. അതുകൊണ്ട് ഗുളികൻ 11ൽ വന്നാൽ അത് രാജയോഗമായി കണക്കാക്കുന്നു. ഇനി 12ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നതും അത്ര ഗുണകരമല്ല. ദുസ്വപ്നവാംസ്യ കുനഘി വികലോ വ്യയസ്ഥേ. വ്യയസ്ഥേ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികൻ ദുസ്വപ്നവാംസ്യ, അദ്ദേഹം ദുസ്വപ്നം കാണുന്നു എപ്പോഴും. കുനഘി കുൽസിതമായ നഖത്തോടു കൂടിയവൻ എന്നർത്ഥം. അവിടെ നാം പഴയ കാലത്ത് കുഴിനഖം എന്നൊക്കെ പറയുന്ന രോഗത്തെ സൂചിപ്പിക്കുന്നു. വികലഹ, ശാരീരികമായിട്ട് വൈകല്യമുണ്ടാകുന്നു. ഇപ്രകാരം ലഗ്നാദി ഭാവഗത മാന്തിഫലം പ്രതിഷ്ഠം, ലഗ്നം മുതലായ 12 ഭാവങ്ങളിലെയും ഗുളികന്റെ ഫലത്തെ പറയുന്നു. ഇത് പ്രശ്നമാർഗ ആചാര്യനാണ് വളരെ വിശദമായി 14ാം അധ്യായത്തിൽ ഗുളികനെ ഇപ്രകാരം വർണ്ണിച്ചിട്ടുള്ളത്. ഇനി ഗുളികൻ ഓരോ ഗ്രഹങ്ങളോടുകൂടെ നിൽക്കുമ്പോഴുള്ള ഫലം മന്ത്രേശ്വരൻ ഫലദീപികയിൽ 25ാം അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. രവിയുക്തേ പിതൃഹന്ത മാതൃക്ലേശി നിജാപ സംയുക്തേ ഭ്രാതൃവിയോഗ സകുജേ ബുധയുക്തേ മന്ദതേജ സോന്മാദി ഗുരുയുക്തേ പാഷാണ്ഡി കവിയുക്തേ നീചഗാമിനി സംഘ ശനിയുക്തേ ശനിപുത്രേ കുഷ്ഠവ്യാധിയുതശ്ച സ്വൽപായുഹു വിഷരോഗീ യാഹുയുതേ ശിഖിയുക്തേ വന്യപീഡിതോ മാന്തിഹി ഗുളികസ്താജ്യയുതശ്ചേത് തസ്മിൻ ജാതോ നൃപോപി ഭിക്ഷാശി എന്നാണ് ഫലദീപികയിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളത്. സൂര്യനോടുകൂടെ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ പിതൃഹന്ത, പിതരം ഹന്തി ഇതി പിതൃഹന്ത, പിതാവിനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ പിതാവിന് നാശമാകുന്നു എന്ന് ഫലം. ചന്ദ്രനോടുകൂടി ഗുളികൻ നിൽക്കുകയാണെങ്കിൽ മാതോ ക്ലേശം കരോതി, അമ്മയ്ക്ക് ക്ലേശത്തെ ഉണ്ടാക്കുന്നു. ചൊവ്വയോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഭ്രാതൃവിയോഗ, സഹോദരന്റെ വിയോഗം, നാശമുണ്ടാകുന്നു. ബുധനോടുകൂടി നിൽക്കുകയാണെങ്കിൽ സോന്മാതി, ഉന്മാദേന സഹ വർത്തതെ, അയാൾ ഭ്രാന്തനായി തീരുമെന്ന് പറയുന്നു. അയാൾക്ക് മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടാകുന്നു എന്നർത്ഥം. ഗുരുയുക്തെ പാഷാണ്ഡി, വേദധർമ്മത്തെ ഖണ്ഡിക്കുന്നവനായിട്ട് അയാൾ ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം സന്മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അവിടെ ഗുളികൻ എന്ന പോയിസൺ വരുമ്പോൾ വ്യാഴത്തിന്റെ പോലും സ്വഭാവം മാറുന്നു. ശുക്രനോടുകൂടി നിൽക്കുകയാണെങ്കിൽ നീചകാമിനികളുമായിട്ട്, നീച സ്ത്രീകളുമായിട്ട് സംഗമിക്കുന്നു, പേരുദോഷം വരുന്നു. ശനിയോടുകൂടി നിൽക്കുകയാണെങ്കിലോ അയാൾ കുഷ്ഠം മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെട്ട് അല്പായസായി ഭവിക്കുന്നു എന്ന് ഫലം പറയുന്നു. പ്രത്യേകിച്ച് അഷ്ടമഭാവത്തിൽ ശനി ഗുളികനോടുകൂടെ രാശിക്രിയയിൽ വന്നാലും ചൊവ്വയോടുകൂടെ വന്നാലും വളരെയധികം ദോഷകരമാകുന്നു. രാഹുവോടുകൂടെ നിൽക്കുമ്പോൾ അയാൾ
വിഷസ്പർശനമേൽക്കുന്നു, വിഷരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. കേതുവിനോട് കൂടെ നിൽക്കുമ്പോൾ അയാൾക്ക് തീ കൊണ്ടുണ്ടാവുന്ന, അഗ്നി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വരുന്നു. ഈ ഗുളികൻ വിഷ്ടി, ഉഷ്ണം, ഗണ്ഡാന്തം തുടങ്ങിയ ദോഷങ്ങളോട് നിൽക്കുകയാണെങ്കിൽ, രാജാവായി ജനിക്കുകയാണെങ്കിൽ പോലും അയാൾ വെറും ഭിക്ഷാടകനായി മാറുന്നു എന്നും ഫലദീപിക ആചാര്യൻ പറയുന്നു. അതിനാൽ ഗുളികൻ നമ്മുടെ ജാതകത്തിൽ, നമ്മുടെ രാശിയിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓം ഗുളികായ നമഃ എന്ന പ്രാർത്ഥന ചെയ്യുക. പഴയ കാലത്ത് നമ്മുടെ തറവാടുകളിലെല്ലാം ഗുളികനും കുട്ടിച്ചാത്തനും ഘണ്ടാകർണനുമൊക്കെ ഉണ്ടാകും. ധർമ്മദൈവ പ്രീതി ചെയ്യുക, അവിടെ ഗുളികനെ പരിചരിക്കുക. എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതങ്ങൾ സന്ദർശിക്കുക. അവിടെ ഗുളികന് ഈ പറഞ്ഞ കലശം അല്ലെങ്കിൽ വിളക്കിലേക്ക് എണ്ണ, തിരി ഇതൊക്കെ സമർപ്പിക്കുക. ഗുളികന്റെ അനുഗ്രഹം നേടുക. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ക്ഷിപ്രപ്രസാദിയാണ് ഗുളികനായാലും കുട്ടിച്ചാത്തനായാലും ഘണ്ടാകർണനായാലും. നമ്മുടെ പ്രാർത്ഥന അവിടേക്ക് പോകട്ടെ. നമ്മളെ ധർമ്മദൈവത്തെ സന്തോഷിപ്പിക്കുക. ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂ തറവാടുകൾ. നമുക്കും നമ്മുടെ അനന്തര പരമ്പരകൾക്കും ഈ ധർമ്മദൈവങ്ങളുടെ പ്രീതിയിലൂടെ സൗഖ്യവും സമ്പന്നമായ ഒരു ഭാവിയും ഗുളികൻ തുടങ്ങിയ ദേവതകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.